നടപ്പാതയുടെ ഓരം ചേർന്ന് പലതും ആലോചിച്ച് സീത മുന്നോട്ട് നടന്നു. ഒരിടത്തും നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. കാഴ്ചകൾ കണ്ണിനെ സ്വാധീനിച്ചില്ല. മനസ്സിൽ കുത്തിയൊലിച്ചെത്തുന്ന 1000 ചിന്തകൾ. അതിൽ കാലമില്ല, അവളും അനുഭവങ്ങളും മാത്രം. അസ്വാതന്ത്ര്യം സ്നേഹത്തിൽ ചാലിച്ചു തന്നിരുന്ന ബന്ധങ്ങൾ, ആ വേലിക്കെട്ടിനുള്ളിൽ പിടഞ്ഞു തീർന്ന നിമിഷങ്ങൾ, സന്തോഷങ്ങൾ. അതാണ് ലോകമെന്ന് അവൾ കരുതി. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നേരിടേണ്ടി വന്ന അവഗണനയുടെ ആഴങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ ദിനങ്ങൾ എല്ലാം ഓർക്കുമ്പോൾ തന്നെ കൺകോണിലെവിടെയോ നനവ് പടരുന്നുണ്ടായിരുന്നു. സീത ജോലിക്കായി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇപ്പോൾ വർഷം 5 കഴിഞ്ഞു. ജീവിതം പത്മനാഭന്റെ മണ്ണിലേക്ക് പറിച്ചു നട്ടപ്പോൾ എന്തെന്നില്ലാത്ത അങ്കലാപ്പായിരുന്നു. വിട്ടു മാറി നിൽക്കേണ്ടി വന്നതിൻ്റെ ഉത്കണ്ഠയ്ക്കുപരി അവിടെയുള്ള ജീവിതം എങ്ങനെയാവും എന്ന ചിന്തയും അവളെ അലട്ടിയിരുന്നു. ഹോസ്റ്റൽ ജീവിതത്തിൻ്റെ തുടക്കം. റൂംമേറ്റായി വന്നവർ ജീവിതം നന്നായി ആസ്വദിക്കുന്നവരായിരുന്നു. അവർക്കൊപ്പം പെട്ടെന്ന് ഇഴുകിച്ചേരാൻ അവൾക്കായെങ്കിലും അവരുടെ ഒപ്പം സഞ്ചരിക്കാൻ അവൾക്കായില്ല എന്നതാണ് സത്യം. ജോലി തിരക്കുകളിലേക്ക് അവൾ സ്വയം ആഴ്ന്നു. അവധി ദിനങ്ങൾ തീർത്ത അസ്വസ്ഥതയുടെ നിമിഷങ്ങൾ, അത് മാറ്റാനാണ് ഇടയ്ക്കുള്ള ഈ യാത്ര. അത്തപ്പോഴേക്ക് ഹോസ്റ്റലിൻ്റെ മുൻപിലുള്ള പൂന്തോട്ടമാണ് അഭയകേന്ദ്രം. പൂക്കളും ചെടികളും പക്ഷികളും തീർക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മാസ്മരികതയിൽ ലയിച്ച് അവൾ അങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാനില്ലാത്തവർക്ക് ആശ്രയം പ്രകൃതി തന്നെയാണ്. അവിടെ ഓരോ ചെടിയും പൂക്കളും ശലഭങ്ങളും അവളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ വീശുന്ന കാറ്റിന് പോലും എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടാവും. സീത നടന്ന് എത്തിച്ചേർന്നത് ബീച്ചിലേക്കാണ്. അവിടെ ബെഞ്ചുകളുടെ ഒരു നിര തന്നെയുണ്ട്. കടലിൻ്റെ സൗന്ദര്യം നോക്കി തിരയെണ്ണാൻ പക്ഷെ സീത മാത്രമേ ഉണ്ടാവൂ. ബാക്കി എല്ലാവരും അവരുടേതായ സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ വരുന്നവരാണ്. മാസശമ്പളത്തിൽ നിന്ന് ഒരു തുക വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. വീട്ടിൽ അച്ഛൻ്റെ പെങ്ങളും കുടുംബവുമാണ് താമസം. അച്ഛനും അമ്മയും മരിച്ചിട്ട് കുറച്ചു വർഷങ്ങളായി. അവരില്ലാത്ത ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. ിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പരന്നു കിടക്കുന്ന നീലനിറവും ആ നീലനിറത്തെ കീറിമുറിക്കുമാറ് വരിയിൽ പറന്നു പോകുന്ന പേരില്ലാത്ത കുറെ പക്ഷികളും.